നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു വാരഫലം. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ഈ ആഴ്ച 1201 കുംഭമാസം 10-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള, അതായത് 2026 ഫെബ്രുവരി മാസം 22-ാം തീയതി മുതൽ 28-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ. നാം ചർച്ച ചെയ്യുന്ന ഈ വാരത്തിൽ ഗ്രഹസ്ഥിതി എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. മേടൻ രാശിയിൽ ചന്ദ്രനാണ്. അശ്വതി നക്ഷത്രമാകുന്നു നാം ചർച്ച ചെയ്യുന്ന ദിനം. മേടൻ രാശിയിൽ ചന്ദ്രനാകുന്നു, മിഥുനത്തിൽ വ്യാഴം, ചിങ്ങൻ രാശിയിൽ കേതു, 10-ാം ഭാവത്തിൽ മകരത്തിൽ ഉച്ചസ്ഥനായ ചൊവ്വ, 11-ാം ഭാവത്തിൽ സൂര്യൻ, ശുക്രൻ, ബുധൻ, രാഹു, 12-ാം ഭാവത്തിൽ ശനി. ഇവിടെ ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ, മേടം മുതൽ മീനൻ വരെയുള്ള 12 രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ ശ്രദ്ധിക്കുക. ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാണ് മകരൻ രാശി. ഇവിടെ മകരൻ രാശിക്കാർക്ക് ലഗ്നത്തിൽ ചൊവ്വ, 2-ാം ഭാവത്തിൽ സൂര്യൻ, ശുക്രൻ, ബുധൻ, രാഹു, 3-ൽ ശനി, 4-ൽ ചന്ദ്രൻ, 6-ാം ഭാവത്തിൽ വ്യാഴം, അഷ്ടമത്തിൽ കേതു. ഇവിടെ യഥാർത്ഥത്തിൽ മകരൻ രാശിക്കാർക്ക് ഭൂമിപരമായ വിഷയത്തിലേക്ക് ഈ ഒരു വാരം വളരെ നല്ലതാണ്. പൂർവികമായ സ്വത്ത് ലഭിക്കുക, അമ്മയുടെ സ്വത്ത് ലഭിക്കുക, അല്ലെങ്കിൽ അമ്മയുടെ തറവാട് സ്വത്ത് തനിക്ക് എഴുതി തരിക, താനൊരു വീടെടുക്കാൻ തയ്യാറായിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഭൂമി പതിച്ചു കിട്ടുന്ന സമയമാണ്. അല്ലെങ്കിൽ തനിക്ക് നാട്ടിൽ വന്നിട്ട് തൻ്റെ ധർമ്മദൈവത്തിൻ്റെ അടുത്ത് തൻ്റെ ജനിച്ച സ്ഥലത്തിൻ്റെ ഒരു നൊസ്റ്റാൾജിയ വരിക, അവിടെ ചെറിയൊരു സെൻറ്റ് സ്ഥലം വാങ്ങുക. ഭൂമിപരമായ ക്രയവിക്രയങ്ങൾക്കൊക്കെ നല്ലതാണ്. വിൽക്കാം, മറ്റൊന്ന് വാങ്ങാം. അതിനനുകൂലമാണ് ഈ ലഗ്നത്തിലെ ചൊവ്വ. കാരണം ചൊവ്വ 4-ാം ഭാവാധിപനാണ്, ഭൂമിപതിയാണ്, ഉച്ചസ്ഥനാണ്, ഭൂമികാരകനാണ്, ഉച്ചസ്ഥനാണ്. വല്ല തടസ്സവും ഭൂമി വിഷയത്തിലുണ്ടെങ്കിൽ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ ഭൂമി പൂജ ചെയ്യുക. ഓം വരാഹമൂർത്തിയെ നമഃ എന്ന പ്രാർത്ഥനയും വളരെയധികം ഇവർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വാരമാണിതെന്ന് അറിയുക. 4-ൽ ചന്ദ്രനാണ്. ചില നല്ല സുഹൃത്തുക്കളെ ലഭിക്കും, ചില അധികാരങ്ങൾ തൻ്റെ ജോലി സ്ഥലത്ത് ലഭിക്കും, തൻ്റെ വാക്കുകൊണ്ട് തനിക്ക് ഗുണം വരും, തനിക്കൊരു വാഹന ലാഭമുണ്ടാകും. ശാരീരികമായ നേത്ര സംബന്ധമായ വിഷയം ശ്രദ്ധിക്കണം. ചില ത്വഗ് രോഗങ്ങളൊക്കെ മുഖത്ത് വരും. ഷെയ്വൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് സെപ്റ്റിക്കാവും. ഇതൊക്കെ ശ്രദ്ധിക്കുക. സഹോദര ഗുണം പ്രായണ കുറഞ്ഞ വാരമാണിതെന്നറിയുക. സഹോദര സ്ഥാനത്ത് ശനിയും സഹോദരപതിയായ വ്യാഴം 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. അത് ലോകത്തിലെല്ലാ മകരൻ രാശിക്കാരെ സംബന്ധിച്ചോളം അങ്ങനെയാണ്. പക്ഷെ മറ്റ് പല കാര്യങ്ങളിലും കർമ്മമേഖലയിൽ ഒരു പുത്തൻ ഉണർവ് വരാം. ഒരു ഊർധ്വമുഖ രാശിയാണ്. പ്രസൂതി, എന്തെങ്കിലും തുടക്കം, പദ്ധതി, ആരംഭങ്ങൾക്കൊക്കെ നല്ലതാണ് ഈ ഒരു വാരമാണെന്ന് അറിയുക. ഇവിടെ നിർബന്ധമായും നാഗക്ഷേത്രത്തിൽ രാഹുകേതു പൂജ ചെയ്യുക. കണ്ണുകൾ സംബന്ധിച്ച ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ കൂളമാല ജലധാര വഴിപാടായി ചെയ്യുകയും ചെയ്യുക. എല്ലാ പ്രിയപ്പെട്ട മകരൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.